എന്തുകൊണ്ട് അവർക്ക് പ്രൗഡ് അല്ലാതിരിക്കുന്നത്? ആ പേരിൽ അവർക്ക് ജോലി വന്നാലോ, ആ പേരിൽ അവർക്ക് സ്റ്റേറ്റ്മെന്റ് വന്നാലോ, ആ പേരിൽ അവർക്ക് മറ്റു ആനുകൂല്യങ്ങളെല്ലാം കിട്ടും. അപ്പൊ എന്താ പേര് വിളിക്കുമ്പോൾ മാത്രം ഇത്ര മോശമായിട്ട് തോന്നുന്നത്? അത്ര മോശമാണെങ്കിൽ ഗവൺമെന്റ് ആ പേരുകളെല്ലാം ഒഴിവാക്കും. ആർക്കും വേണ്ട, ജാതി വേണ്ട, ഒറ്റ ജാതി, വി ആർ ഇന്ത്യൻസ് കാറ്റഗറി കിടന്നുകൊണ്ട് ഇത്രയും ഞാൻ ഗ്രാജുവേറ്റ് ആയി അത് കഴിഞ്ഞ് പഠിച്ചിരുന്നു, ഒരു സ്റ്റേറ്റ്മെന്റ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ആരാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ റേഷൻ അരിയാണ് വീട്ടിൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് 12 കിലോ 10 കിലോ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മറ്റവർക്ക് കിട്ടുന്ന 50 കിലോ 30 കിലോ ഒക്കെ കിട്ടുന്നത്. അതെന്താ ചെയ്യുന്നത്? അവർ യൂസ് ചെയ്യുന്നുണ്ട്. അവരപ്പുറത്ത് മറിച്ച് വെച്ചിട്ട് കള്ളുടിക്കുന്നത്. ദേ ഇങ്ങനെ മരണപ്പെട്ട ഒരു നായരുടെ പേര് ഇവൻ എനിക്ക് പറഞ്ഞു തരട്ടെ. ഇനി റിസർവേഷൻ എന്തിനാണെന്നോ അല്ലെങ്കിൽ ജാതിപ്പേര് വിളിക്കുന്നത് എന്തുകൊണ്ട് അപമാനമാകുന്നു എന്നൊന്നും ഇവന് പറഞ്ഞു കൊടുക്കാൻ താല്പര്യമില്ല. കാരണം അത് മനസ്സിലാക്കാനുള്ള കഴിവൊന്നും ഇവനില്ല. എന്നിട്ട് അവൻ പറയുന്നുണ്ട് സർക്കാർ ഈ പേരുകളെല്ലാം എടുത്തു കളയണം. പക്ഷെ അവൻ നായരാണ് കേട്ടോ. സർക്കാർ ജാതി പേരുകളെല്ലാം എടുത്തു കളഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് ജാതി മൊത്തം ഇല്ലാതാകുമെന്ന് കരുതുന്ന ഒരു മണ്ടൻ. ജനറൽ ആയതുകൊണ്ട് കഷ്ടപ്പെട്ടു എന്ന് എന്തിന് പഠിക്കാൻ. അതായത് കൂടെയുള്ള ജനറൽ കാറ്റഗറിയിലെ കുട്ടികളെല്ലാം നന്നായിട്ട് പഠിച്ച് അവർക്ക് വേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ അത്രയും മാർക്ക് കിട്ടാതെ ആ ഇടങ്ങളിലേക്ക് എത്താൻ കഴിയാത്ത ചില ആൾക്കാർ ഇതൊക്കെ നൈസായിട്ട് കൊണ്ട് റിസർവേഷന് തലയിലം കിട്ടും. അയ്യോ റിസർവേഷൻ കാരണമാണ് ഞാൻ പരാജയമായത് എന്ന് പറയുന്നത് പോലെയാണ് ഇവന്റെ കാര്യം. അടുത്ത ഭൂലോക മണ്ടത്തരമാണ് റേഷൻ കാർഡ് സംഭവം. ഇവന്റെ നാട്ടിലൊക്കെ ജാതി അടിസ്ഥാനത്തിലാണോ റേഷൻ കാർഡ് ആൾക്കാർക്ക് കൊടുക്കുന്നത്? ഞങ്ങളുടെ നാട്ടിലൊക്കെ സാമ്പത്തികം നോക്കിയാണ് റേഷൻ കാർഡ് കൊടുക്കുന്നതും ആൾക്കാർ അരി വാങ്ങുന്നതും ഒക്കെ. അപ്പൊ ഇവന്റെ തന്നെ ലോജിക്ക് അനുസരിച്ച് ഇവന്റെ നാട്ടിൽ കൂടുതൽ അരി കിട്ടുന്നത് അണ്ടർ പ്രിവിലേജ്ഡ് ജാതിക്കാർക്കാണെങ്കിൽ അതിനർത്ഥം അവർ ഇതുവരെയും സാമ്പത്തികമായിട്ട് പോലും മുന്നോട്ട് വന്നില്ല എന്ന് ഇവൻ സമ്മതിക്കുന്നതല്ലേ? ജാതീയത തലയ്ക്കകത്ത് കയറി സർവ്വ ഫിലമെന്റും അടിച്ചുപോയ ഒരുത്തൻ എന്നേ പറയാനുള്ളൂ. അല്ലെങ്കിൽ റിസർവേഷൻ എടുത്തു കളഞ്ഞാൽ ജാതീയത മൊത്തം ഇല്ലാതാകുമെന്ന് വിശ്വസിക്കുന്ന ഒരു ഭൂലോകമുണ്ട്.